വർഷമായിട്ടും ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ്. കേരള പോലീസെ, നിങ്ങൾക്ക് നാണമില്ലേ? ഒരു പെൺകുട്ടി മരിച്ചിട്ടും ആ കേസ് തെളിയിക്കാതെ വഴിതിരിച്ചു വിടുകയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പും ഉന്നതരായ പല കൈകളും. ഞങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. 1, സാന്ദ്രയുടെ കൊലപാതകത്തിൽ സമൂഹത്തിൽ മാന്യനായി വിലസുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. 2, നിരപരാധികൾ എന്ന് കോടതി വിളിച്ചു പറഞ്ഞ ആ 3 വ്യക്തികളോടൊപ്പം ആ 4ാമത്തെ വ്യക്തിയും ഈ കേസിൽ ഇൻവോൾവ് ആണ്. 3, കോടതി നിരപരാധികൾ എന്ന് പറഞ്ഞ ആ നിരപരാധികളെ പോലെ തന്നെ 4ാമത്തെ വ്യക്തിയും കുറ്റം ചെയ്ത് ആ കുറ്റക്കാരനും ഇന്ന് സമൂഹത്തിൽ നിരപരാധിയായി ജീവിക്കുകയാണ്. സമൂഹമേ, നിങ്ങൾ ലജ്ജിക്കൂ. കേരള പോലീസിനെ ഓർത്ത് ലജ്ജിക്കൂ. നാണമില്ലേ ആഭ്യന്തര വകുപ്പേ ഇങ്ങനെ തൊപ്പിയും വെച്ച് സമൂഹത്തിൽ നടക്കാൻ? യെസ് സർ. ഹലോ സർ. ക്ലോസ് ചെയ്ത കേസെല്ലാം നമ്മുടെ തലയിലാണല്ലോ സാർ വന്ന് വീഴുന്നത്. ആണോ? അതല്ലേ വേണ്ടത്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വെൽക്കം ജയപ്രകാശ്, ദീപക് ആൻഡ് മേഘ്ന. ദിസ് ഈസ് കിഷോർ DYSP. സാന്ദ്ര കേസ് നമ്മൾ റീഓപ്പൺ ചെയ്യുകയാണ്. നെക്സ്റ്റ് 30 days. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് നമ്മൾ. ഈ മലയാള നാട് ടെലികാസ്റ്റ് ചെയ്ത വീഡിയോ ഫുട്ടേജ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള വൈറ്റൽ ക്ലൂ. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഫൂട്ടേജസിന്റെ ഓതന്റിസിറ്റി വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഈ കേസ് റീഓപ്പൺ ചെയ്യാനുള്ള അടിസ്ഥാനവും അത് തന്നെയാണ്. ഈ കേസ് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. നമ്പർ 1, മലയാള നാട് ന്യൂസ് ചാനലിന് ഈ ഫൂട്ടേജ് അയച്ചു കൊടുത്ത് അനോണിമസ് ഇൻഫോമറുടെ വെയർഅബൌട്ട്സ്. നമ്പർ 2, ഈ കേസ് ആദ്യം അന്വേഷിച്ച CI പ്രദീപ് ഐസക്കിന്റെ നിഗമനങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ ലൂപ്പ് ഹോൾസ്. നമ്പർ 3, പ്രോസിക്യൂഷന്റെ വേർഷൻ. ഇതുവരെയുള്ള ഈ കേസിന്റെ ഡെവലപ്മെന്റ്സ്, വേർഷൻ ഓഫ് ദ കമ്മീഷണർ ഹു വാസ് ഹെഡിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ടീം. ആൻഡ് ഏറ്റവും പ്രധാനമായി ഈ കേസിൽ അക്യൂസ് ചെയ്ത 3 പ്രതികളുടെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ജസ്റ്റ് കീപ് ദം അണ്ടർ യുവർ സർവൈലൻസ്. അവരുടെ മൂവ്മെന്റ്സ്, യാത്രകൾ, കോൾസ്, അവരെവിടെയൊക്കെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, അങ്ങനെ എല്ലാം. ബട്ട് നോ പേഴ്സണൽ കൺഫ്രണ്ടേഷൻസ് ആൻഡ് നോ ഡയറക്റ്റ് പ്രോബിംഗ്. ഓക്കെ സർ. നമ്മുടെ മുന്നിലെ ഏറ്റവും ചാലഞ്ചിങ് ആയ കാര്യം, ഈ കേസ് ആദ്യം അന്വേഷിച്ച CI പ്രദീപ് ഐസക് ഇപ്പോൾ സർവീസിലില്ല. റിട്ടയർ ചെയ്തു ഒരു 3-4 months ബാക്ക്. ഇപ്പോൾ വയനാട്ടിലൊരു റിസോർട്ട് നടത്തുന്ന അറിയാൻ കഴിഞ്ഞത്. CA റിട്ടയർ ചെയ്തോ? ഈ പ്രദീപിന്റെ ട്രാക്ക് റെക്കോർഡ്സ് അത്ര ക്ലിയർ ആയിരുന്നില്ല. പല അലിഗേഷൻസ് ഉണ്ടായിരുന്നു. 2 തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ബ്രൈബറി. ഒരു തവണ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഒരു എൻക്വയറി സംബന്ധിച്ച് എനിക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. Sir, in this particular case also, I think he was dragging his feet deliberately. അതുകൊണ്ടായിരിക്കണം കമ്മീഷണർ സ്വന്തം ഇനിഷ്യേറ്റീവില് മറ്റൊരു ടീമിനെ സെറ്റ് ചെയ്തത്. Maybe. Anyway, get a clear picture from the commissioner and try to locate CI Pradeep. Hello. വാള് വെച്ച് ജഗത്തേക്ക് വീഴില്ലേ ഒറ്റ വീഴ്ച. എന്തേ കേറുന്നില്ലേ? എന്താ പറ്റി? നിങ്ങൾക്ക് കമ്പനിന്ന് ടെർമിനേഷൻ ലെറ്റർ കിട്ടിയോ? ടെർമിനേഷനോ? ടെർമിനേഷൻ ലെറ്റർ? ആ സിഇഒയുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ച മിക്കവാറും പുതിയ റിക്രൂട്ട്മെന്റ് ഉണ്ടാവുന്നു. കമ്പനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ പറഞ്ഞു വിടാൻ. നമ്മളെയൊക്കെ കുറഞ്ഞ സാലറിയിൽ വേറെ ആളെ കിട്ടിയിട്ടുണ്ടാവും. ശരിയാണ്. കമ്പനിക്ക് ഔട്ട്പുട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒരുപോലെയല്ലേ. അവർക്ക് അവരുടെ ലാഭം നോക്കിയാ പോരെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇത്രയും പെട്ടെന്ന് എവിടുന്ന് ജോലി കിട്ടാനാ? എന്ത് ചെയ്യാൻ? നമുക്ക് മാനേജറോട് നേരിട്ട് ചോദിക്കാം. വന്നേ. Okay, I'm sorry guys. Every industry is performance oriented. And keeping in mind the last 6 months' performance, the management has taken a decision to terminate 6 of you. സർ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്നല്ലല്ലോ, ഈ മാസം അവസാനം വരെ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. അത് ശരി. അപ്പൊ ഞങ്ങൾ തുടങ്ങി വെച്ച പ്രൊജക്ട് തീർക്കണ വരെ അല്ലേ? നടക്കില്ല സാർ. I got nothing more to say. കമ്പനിയുടെ തീരുമാനമാണ്. സാറിന്റെ ഈ ഒരു അവസരം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. മനസ്സിലായോ? പരിപാടി.
അങ്കിളാ, ഒരു മിനിറ്റ്. ഹലോ. ഹലോ അങ്കിൾ. ഓക്കെ ഓക്കെ. എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എല്ലാം പ്രശ്നത്തിലാ. എന്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെ കാര്യം പ്രശ്നത്തിലാ. ഓക്കെ അങ്കിൾ. ഈ 2 മാസം ശമ്പളം കിട്ടിയിട്ട് വേണം കമാലിന്റെ വാപ്പയ്ക്ക് കാശ് കൊടുക്കാന്ന വാക്ക് കൊടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. നിന്റെ അങ്കിളായിരുന്നോ വിളിച്ചേ? അങ്കിളാ വിളിച്ചത്. പുള്ളി US വന്നിട്ടുണ്ട്. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചതാ. ആളെ കണ്ട വല്ല കാര്യം നടക്കും? കാണണമെന്ന് പറഞ്ഞതല്ലേ, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. പുള്ളി ആളെങ്ങനെ? പുള്ളി US മാത്രമല്ല, ഫുൾ ടൈം ഓരോരോ പ്ലേസിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാ. പുള്ളിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ US-കാർക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ചെയ്യുന്നതാണ്. ചില്ലറക്കാരനല്ല മക്കളെ. ഏകദേശം 12:25 സാന്ദ്ര HMT കോളനിക്ക് അടുത്തുള്ള സർവേലിയൻസ് ക്യാമറ പാസ് ചെയ്യുന്നത്. സാന്ദ്രയെ ചേസ് ചെയ്തു വന്ന പ്രതികൾ പാലാരിവട്ടത്തെ ക്യാമറ പാസ് ചെയ്യുന്നത് 1:45. എത്ര സ്ലോ ആയി വന്നാലും ഈ 9 കിലോമീറ്റർ പാസ് ചെയ്യാൻ എടുക്കാവുന്ന മാക്സിമം ടൈം 15 മിനിറ്റാണ്. അവിടെ ഉണ്ടായ എ സസ്പീഷ്യസ് ഡിലേ ഓഫ് 1 അവർ മാത്രമായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരേ ഒരു ഗ്രൗണ്ട്. അത് അക്യൂസ് ഡിവൈഡ് ചെയ്തത് റോഡിന്റെ അരികിൽ വാഹനം പാർക്ക് ചെയ്ത് മദ്യപിച്ചു എന്ന ഫ്ലിംസി ഗ്രൗണ്ടിൽ. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം സാന്ദ്ര മരിക്കുന്നത് 12:50. മലയാള നാടിന് കിട്ടിയ വീഡിയോ ഫുട്ടേജും കൺഫേം ചെയ്യുന്ന ടൈം 12:50. തലയ്ക്കേറ്റ എ സിംഗിൾ ഫാറ്റൽ ബ്ലോ ആണ് മരണകാരണമെന്നത്, ഒരു റേപ്പ് അറ്റംപ്റ്റിലാണ് മരണം സംഭവിച്ചത് എന്ന പ്രോസിക്യൂഷന്റെ ആർഗ്യുമെന്റിനെ ഡിസ്പ്രൂവ് ചെയ്യുന്നതാണ്. മോറോവർ, there were no signs of struggle on the body. തന്നെയുമല്ല, സാന്ദ്രയും അക്യൂസ്ഡും തമ്മിലുള്ള ശത്രുതയോ മുൻപരിചയമോ മരണകാരണമായ എന്തെങ്കിലും മോട്ടീവോ കോൺസ്പിരസിയോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അന്നത്തെ പ്രോസിക്യൂഷന് സാധിച്ചതുമില്ല. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം റിക്കവർ ചെയ്യുന്ന കാര്യത്തിലും പോലീസ് അന്ന് പരാജയപ്പെട്ടു. അക്യൂസ്ഡായ 3 പേരുടെയും ഫുട് പ്രിന്റ്സും ഫിംഗർ പ്രിന്റ്സും ക്രൈം സീനിൽ നിന്നും കണ്ടെത്തിയെങ്കിലും അതൊരു ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസായി കോടതി കണ്ടില്ല. കൊല്ലപ്പെട്ട സാന്ദ്രയ്ക്ക് ഒരു ലിവിംഗ് റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് ആദ്യമെടുത്ത സ്റ്റേറ്റ്മെന്റിലുണ്ട്. യെസ്, ദാറ്റ്സ് ട്രൂ. Da da